ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അത് ഞാൻ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ട ആളുകൾക്ക് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്നും പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലും രണ്ട് തരത്തിൽ ഞാൻ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീസൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതും പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് വെയിറ്റ് ലോസ്, പ്രോട്ടീന്, ഫൈബർ ഒരുപാട് ഉള്ളൊരു ഫുഡാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റിച്ച് ഫുഡാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഞാൻ 1 കപ്പ് ഓട്സാണ് ഇടുന്നത് കേട്ടോ. 1 കപ്പ് അളവ് ഓട്സിലാണ് ഞാൻ എല്ലാ ഐറ്റംസും എടുക്കുന്നത്. അതൊരു 2 പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. ഒരുപാട് പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട്, ലഞ്ചായിട്ട്, ഡിന്നറായിട്ട് ഒക്കെ ഉപയോഗിക്കാം. ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് ഇതിൻ്റെ മണം ഒന്ന് മാറി വരും കേട്ടോ. നമ്മുടെ ഓട്സിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിയിട്ടൊരു ചെറിയൊരു നല്ലൊരു മണമായിട്ട് വരും. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊരു കളറ് മാറിയിട്ട് നല്ലൊരു മണമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് എടുത്തതാണ് കേട്ടോ. ഇനി ഇതിൽ വേറെയും ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ഇവിടെ ഉള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഓട്സ് ഇട്ടു കേട്ടോ. ഒരാൾക്കൊക്കെ വേണ്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരക്കപ്പൊക്കെ ഇട്ടാലും മതി. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് റവ, ഇതിനൊരു ബൈൻഡിങ് ഏജൻ്റായിട്ട് ഇതാക്കട്ടെ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. വലിയ സ്പൂണിൽ 2 സ്പൂണ്. അതേ സ്പൂൺ കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം കടലമാവ്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, സിംല മിർച്ചി ഉണ്ടല്ലോ, അതും ഒരു ഹാഫ്, വലിയൊരു ക്യാപ്സിക്കായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഞാൻ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഒരു ചെറിയൊരു കഷ്ണം, അതും തക്കാളി ഒരു ചെറുത്. തക്കാളി ഇഷ്ടമില്ലാത്തവരാണെന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഒരെണ്ണം, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി, ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഇടിച്ച മുളക്, ചതച്ച മുളക്, ഇടിച്ച മുളക് എന്നൊക്കെ പറയുമല്ലോ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ടു. ഇതിലേക്ക് വേണ്ട ഉപ്പ് കുറച്ചിടാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, അതൊന്ന് ബൈൻഡിങ് ആയിട്ട് വരണ്ടേ, കുറച്ച് മാത്രം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചക്കറി, ഓട്സ് ഒക്കെ, പച്ചക്കറി ഇനി ചേർക്കണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇടാം. ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചവ വന്നു കഴിഞ്ഞാൽ അത്ര എല്ലാവർക്കും പിടിക്കില്ല. കുറച്ചും കൂടി വെള്ളം വേണം. ഒന്നിങ്ങനെ നമ്മൾ പാനിലിട്ട് കഴിഞ്ഞാൽ പൊടി പോലെ കിടക്കരുത്, ആ ഒരു കൺസിസ്റ്റൻസി ആവണം. ഈ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. വല്ലാതെ വെള്ളമായിട്ട് ദോശമാവ് പോലെ ആവരുത്. ഇങ്ങനെ പറ്റിച്ച പാനിൽ നന്നായിട്ട് പൊടിയല്ലാതെ ഇരിക്കും വേണം, ഈ ഒരു കൺസിസ്റ്റൻസി. ഇത് അടച്ചിട്ടൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇടുന്നുണ്ട്, മല്ലിയില. മല്ലിയില ജസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ മുന്നേ ഇട്ടാൽ മതി കേട്ടോ.
ഇത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റിഫൈൻഡ് ഓയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് കാണിച്ചാടാം കേട്ടോ. ഓരോരോ ഇഷ്ടം പോലെ ഏത് കാണിച്ചാടാം. ചെറിയ ചെറിയ മസാച്ച കുറച്ച് മറച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതാ കുട്ടികൾക്കും ചീസ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് വെച്ചാൽ അതങ്ങനെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ചീസ് ഇത്തിരി സ്പ്രെഡ് ചെയ്യുക. കുറച്ച് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ അത് മെൽട്ടായി വരും. മെൽട്ടായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെന്ന് വെച്ചാൽ നല്ല നെയ്യ് ബട്ടർ ഒക്കെ ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കിഡിലൻ ഹെൽത്തി ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഹെൽത്തി ആയിട്ടും ഒന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് സോസും ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. ഇത് ഞാൻ 2 ആൾക്കുള്ള പോർഷനാണ് ഈ ഒരു കപ്പ് ഓട്സിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു നല്ല ഫൈബർ കണ്ടൻറ്റും നല്ല പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.